ഇവിടെ ഒരു ദളിത് സ്ത്രീ ഇരയാക്കപ്പെടുമ്പോൾ, ദളിത് സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ പ്രതിസ്ഥാനത്ത് ഉള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്ന സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു. ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ വാർത്താ അവതാരകരിൽ എത്ര കറുത്ത മനുഷ്യരുണ്ട്, എത്ര ദളിതരുണ്ട്? വളരെ കൃത്യമായി നിറം നോക്കിയും ജാതി നോക്കിയുമാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ എന്നാണ് അത് തെളിയിക്കുന്നത്. എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടത്? അതവരുടെ നിറത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്നുള്ളതല്ല. ഒരു സവർണ സ്ത്രീയാണെങ്കിൽ പോലും അവർ കറുത്തിരുന്നാൽ സവർണയാണെങ്കിൽ പോലും ഒരു അധകൃതയാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ് പ്രശ്നം. മഹാഭാരതത്തെയും രാമായണത്തെയൊക്കെ വിമർശിക്കുന്ന ഒരു ജാതി ഭീകരവാദികളാണ്. മഹാഭാരതം മതേതര ഗ്രന്ഥമാണെന്ന് പറയുന്നവരെല്ലാം പുരോഗമന കക്ഷികളാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പുരോഗമനമാണ് കേരളത്തിലുള്ളത്. എഴുത്തച്ഛൻ വലിയ വിപ്ലവകാരിയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എഴുത്തച്ഛൻ വിപ്ലവകാരിയാകുന്നത്? എഴുത്തച്ഛനെ ഭാഷാപിതാവാക്കുന്നതിൽ പോലും ഈ ഒരു ജാതി മേൽക്കോയ്മയുടെ പ്രശ്നം കിടപ്പുണ്ട്. കേരളത്തിൻ്റെ ഭാഷാ ചരിത്രത്തെ നയിച്ചത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടോ രാമായണം കിളിപ്പാട്ടോ ഒന്നുമല്ല. നമ്മളത് വായിച്ചു നോക്കിയാൽ തന്നെ വ്യക്തമാകും. അതിലെ ഭാഷ ആരാണ് കേരളത്തിൽ സംസാരിച്ചിട്ടുള്ളത്? ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറാണ് ഇന്ന് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. നിരന്തരം ദളിത് ആദിവാസി പീഡനങ്ങളും അതുപോലെ തന്നെ ഈ ജാതി മേൽക്കോയ്മ, ശ്മശാനത്തിൽ പോലും ജാതി മതിലുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജാതി മേൽക്കോയ്മയുടെ, സവർണ മേൽക്കോയ്മയുടെ ഒരു അംശം നമുക്ക് സമൂഹത്തിൽ വിസിബിളായി കാണാനും കഴിയുന്നുണ്ട്. ഇതൊരു വളരെ ഗുരുതരമായ ഒരു സാഹചര്യമല്ലേ കേരളത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്? അത് എങ്ങോട്ടാണ്, എങ്ങനെയാണ് ഇതൊരു ഗുരുതരമായ ഒരു സാഹചര്യമായി കണക്കാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളം പൊതുവെ പുരോഗമനപരമായ ഒരു സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ പോലും ഈ പുരോഗമന കേരളത്തിൻ്റെ ആടയാഭരണങ്ങളൊന്ന് അഴിച്ചു പരിശോധിച്ചാൽ ജാതി വെറിയുടെ ഭീകരമുഖം നമുക്ക് കാണാം. വളരെ കൃത്യമായിട്ടതുണ്ട്. അത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, അക്കാദമിക സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായി ജാതി വ്യവസ്ഥ വളരെ ആഴത്തിൽ കേരള സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെ നമുക്ക് ആ ചർച്ച ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ അടുത്തിടെയാണ് എറണാകുളത്തിനടുത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദളിത് പൂജാരി, ബ്രാഹ്മണനായ പൂജാരിക്ക് പകരം പൂജാരിയായിട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിക്കാതെ ദളിത് പൂജാരിയെ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ഭക്തൻ അവിടെ നിന്നും മടങ്ങിയത്. അദ്ദേഹത്തിനെതിരെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുകയും അറസ്റ്റ് മുതലായ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? വളരെ കൃത്യമായി ദളിതരോടുള്ള ഒരു അയിത്ത വ്യവസ്ഥ കേരള സമൂഹത്തിനകത്തുണ്ടെന്നാണ് തെളിയിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇന്നും നമ്പൂതിരി ബ്രാഹ്മണരൊക്കെ തന്നെ പൂജാരിമാരായിട്ടുള്ള ക്ഷേത്രത്തിൽ പ്രസാദം ഇപ്പോഴും എറിഞ്ഞാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രസാദം എറിഞ്ഞു കൊടുക്കുന്നത്? അതൊരു അയിത്തമാണെന്ന് നമുക്ക് തോന്നുന്നേയില്ല എന്നുള്ളതാണ്. അത്രമാത്രം അത് സ്വാഭാവികവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. T.K. മാധവൻ വൈക്കം സത്യാഗ്രഹം അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ, താൽക്കാലിക വിജയം എന്നുള്ള നിലയ്ക്ക് ആ പരിസമാപ്തിയുടെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വൈക്കത്ത് T.K. മാധവൻ പറയുന്നത്, വൈക്കത്തെ പൊതുവീതികളിൽ നിന്ന് അയിത്തം ചിലപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അത് വൈക്കത്തെ ശ്രീകോവിലിനുള്ളിൽ സുരക്ഷിതമാണ് എന്ന് T.K. മാധവൻ പറയുന്നുണ്ട്. ഇപ്പോഴും സുരക്ഷിതമാണ്. വൈക്കത്താണ് ജാതി താലപ്പൊലി നടക്കുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സമുദായങ്ങൾ, ഈഴവർക്ക് പ്രത്യേകം താലപ്പൊലി, പുലയർക്ക് പ്രത്യേകം താലപ്പൊലി, നായർ സമുദായത്തിന് പ്രത്യേകം താലപ്പൊലിയൊക്കെ നിലനിൽക്കുന്ന എവിടെയാണ്? വൈക്കത്താണ്. വൈക്കത്ത് സത്യാഗ്രഹം നടന്ന സ്ഥലത്ത് തന്നെ ആ ശിവക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജാരിയായിട്ടുള്ളത് ഒരു ബ്രാഹ്മണൻ തന്നെയാണ്. അതിന് വ്യത്യാസം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരള സംസ്ഥാനത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ ഒരു നടപ്പന്തൽ സമർപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ചെന്നപ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് പൊടിവിളക്ക് കൊടുക്കാൻ തയ്യാറായില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ? അയിത്തമാണ്. കാരണം തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാരെ തൊടണം. ഇത് തൊട്ടുകൂടായ്മയാണ് എന്നുള്ളതാണ്. ആ തൊട്ടുകൂടായ്മയാണെന്ന് സമ്മതിക്കാൻ കേരള സമൂഹത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങളിൽ, പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവത്തിൽ പഴയുടെ നമ്പൂതിരിയാണ് പാചകം ചെയ്യുന്നത്. ഒരു ഖാദറോ ഒരു കോശിയോ പാചകം ചെയ്താൽ എന്തുകൊണ്ടാണ് കേരള സമൂഹം കഴിക്കാത്തത്? പഴയിടം മാത്രമാണ് കോൺട്രാക്ട് എടുക്കുന്നത്, അദ്ദേഹം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത്
അങ്ങനെ ദഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളികളെല്ലാവരും അരിഭക്ഷണമാണല്ലോ കഴിക്കുന്നത്. അപ്പം തന്നെയല്ല വെജിറ്റേറിയൻ ഭക്ഷണത്തിനോടുള്ള ഒരു പ്രത്യേകതരം പ്രതിപത്തി, ഇതെല്ലാം ജാതിയുടെ വ്യത്യസ്ത തലങ്ങളിലായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരള സംസ്ഥാനത്ത് സാഹിത്യ അക്കാദമി നിലവിൽ വന്നിട്ട് എത്ര വർഷമായി? പക്ഷേ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ പദവിയിൽ എത്ര ദളിതർ വന്നിട്ടുണ്ട്? ഇത് നമ്മൾ പരിശോധിക്കണ്ടേ? കേരളത്തിൽ നിരവധി സർവകലാശാലകളുണ്ട്. ഈ സർവകലാശാലകളിൽ ദളിത് പ്രൊഫസർമാർ എത്ര പേര് വൈസ് ചാൻസലർമാരായിട്ട് വന്നിട്ടുണ്ട്? പ്രൊഫസർ കുഞ്ഞാവൻ ചോദിച്ചതുപോലെ ഈ വൈസ് ചാൻസലർ കസേരയിലും ഒക്കെ ഇരിക്കാൻ മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും എന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ വളരെ വ്യക്തമായ അധികാര സ്ഥാനങ്ങളിൽ, അധികാരം പങ്കിടുന്ന സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ വളരെ കൃത്യമായി ജാതി വ്യവസ്ഥ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള, കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വ്യത്യസ്ത സ്കൂളുകളും കോളേജുകളും ഉണ്ട്. ഇവിടുത്തെ എല്ലാ നിയമനങ്ങൾ, പ്രത്യേകിച്ച് അധ്യാപക നിയമനങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അവിടെയൊക്കെ തന്നെ ദളിതരും ആദിവാസികളും വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം ശൂന്യാൽ ശൂന്യതരമാണെന്നാണ്. എന്തുകൊണ്ടാണ് ഇത്രമേൽ പുരോഗമിച്ചിട്ടും ദളിതരും ആദിവാസികളും പിന്നോട്ട് പോകുന്നത്? നിയമന കാര്യത്തിൽ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞത് 10 BA-ക്കാരെ വേണമെന്നാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് BA-ക്കാരും ഉണ്ട്, ആയിരക്കണക്കിന് PhD-ക്കാരുണ്ട്, നെറ്റുള്ളവരുണ്ട്, JRF ഉള്ളവരുണ്ട്. ഒരുപാട് യോഗ്യതകൾ നേടിയ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ നിൽക്കുക. പക്ഷേ അവർക്ക് ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. ഇതെന്താണ് തെളിയിക്കുന്നത്? കേരളത്തിൽ ഒരു പുറന്തള്ളൽ ഹിംസ വളരെ ശക്തമായി തുടരുന്നു എന്നുള്ളതാണ്. വളരെ രസകരമായ മറ്റൊരു കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പണ്ട് മാട്രിമോണിയൽ കോളത്തിൻ്റെ പരസ്യം എന്ന് പറയുന്ന പത്രങ്ങൾ മാത്രമാണ് ഒതുങ്ങി നിന്നെങ്കിൽ ഇന്ന് ചാനലുകളിലൂടെ ആ മാട്രിമോണിയൽ വിവാഹ പരസ്യങ്ങൾ വളരെ ശക്തമായി പ്രചരിച്ചുകൊണ്ടിരിക്കുക. അത് നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, മതം തിരിച്ചുള്ളത്, ജാതി തിരിച്ചുള്ളത്, ഇത് വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുക. ഇതിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. പക്ഷെ അത് ജാതിയാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കേരള സമൂഹത്തിന്. ഇങ്ങനെയാണ് ജാതി നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ വളരെ ആഴത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ജാതിക്ക് ഒരു സാംസ്കാരിക തലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ സാംസ്കാരിക തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യമായി ജാതി പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അത് വിവാഹത്തിലൂടെയാണ് ഈ ജാതി വ്യവസ്ഥ വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉറപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതിനൊരു മാറ്റം വരാതെ നമുക്ക് കേരള സമൂഹത്തെ നവോത്ഥാന കേരളം, പുരോഗമന കേരളം എന്നൊക്കെ വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ജാതി എന്നുള്ളത് സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ, സോഷ്യൽ സൈക്കിയിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. ഇതിനെ ഒരു നവോത്ഥാന കാലഘട്ടം കഴിഞ്ഞു. ഇതിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധ്യമാണോ? അങ്ങനെ ഒരു മുന്നേറ്റമൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ മുന്നേറ്റത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും വലിയ വിമർശനങ്ങൾ, ജാതിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ, ഹിന്ദുത്വത്തിനെതിരായുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായിട്ട് കേരള സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. പ്രത്യേകിച്ച് ദളിത് ബുദ്ധിജീവികൾ തന്നെ ആ നിലയ്ക്ക് ധാരാളം പേർ ഉയർന്നു വരികയും സവർണ സാംസ്കാരികതയ്ക്കെതിരായി, അതുപോലെ തന്നെ ഈ ജാതി ബ്രാഹ്മണ്യ വ്യവസ്ഥക്കെതിരായി ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലൊരു അടിമത്ത വ്യവസ്ഥ. ഈ അടിമത്ത വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ പൊതുവെ അംഗീകരിക്കാത്ത, കേരളത്തിൽ അടിമത്വമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഡോക്ടർ വിനിൽ പോളിൻ്റെ പഠനം രംഗത്ത് വന്നതോടുകൂടി നിലവിലുള്ള പാരമ്പര്യ ചരിത്രകാരന്മാരുടെ ചരിത്ര സംബന്ധമായ ധാരണകളെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഡോക്ടർ വിനിൽ പോളിൻ്റെ പഠനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇങ്ങനെ ധാരാളം എഴുത്തുകാർ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ദളിത് സമൂഹത്തിൽ നിന്ന് തന്നെ, ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാംസ്കാരിക മുന്നേറ്റം നയിച്ചുകൊണ്ടിരിക്കുന്നത് ദളിത് സമൂഹത്തിൽ നിന്ന്, അടിത്തട്ട് സമൂഹത്തിൽ നിന്നുള്ള ബുദ്ധിജീവികളും എഴുത്തുകാരും പഠിതാക്കളും ഗവേഷകരുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷം എന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിപക്ഷം എന്ന് പറയാൻ കാരണം സവർണ സാംസ്കാരികതയ്ക്കെതിരായിട്ടുള്ള പ്രതിപക്ഷം. അത് ആര് ഭരണകൂട ശക്തികൾ ആരായിട്ടിരുന്നാലും, അത് ഇടത് വലത് മുന്നണികൾ ആര് ഭരിച്ചാലും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പ്രതിപക്ഷം എന്ന് പറയുന്നത് അത് ദളിത് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് അവർണ സമുദായങ്ങളിൽ നിന്നുണ്ടായി വരുന്ന ഒരു ബഹുജൻ സമുദായത്തിൽ നിന്നുണ്ടായി വരുന്ന ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ സവർണ സാംസ്കാരികതയ്ക്കെതിരായിട്ട് ഒരു വലിയ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിൽ സംഭവിച്ച് എന്ന് പറയുന്ന ജാതിക്കെതിരായിട്ടുള്ള, ജാതി മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമുണ്ട്. മഹാത്മാ അയ്യങ്കാളിയിൽ ആരംഭിക്കുന്ന, പൊയ്കയിൽ അപ്പച്ചനിൽ ആരംഭിക്കുന്ന ഒരു വലിയ പോരാട്ടമുണ്ട്. സഹോദരൻ അയ്യപ്പനിലൂടെ തുടരുന്ന, നാരായണ ഗുരുവിൽ തുടരുന്ന ഒരു വലിയ ജ്ഞാനോദയ ചിന്താ പദ്ധതിയുണ്ട്. ജ്ഞാനോദയ സമരം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ജ്ഞാനോദയ സമരം.
കാരണം ജ്ഞാനോദയ സമരം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ജയരഘുവിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞ അറിവൊളി എന്ന് പറയും. അപ്പോൾ ഞാനതിനെ ഈ ജ്ഞാനോദയ സമരം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നാരായണ ഗുരുസ്വാമികളുടെയും സഹോദരൻ അയ്യപ്പൻ്റെയും അയ്യങ്കാളിയുടെയും പൊയ്കയിൽ അപ്പച്ചൻ്റെയും ഒരു ദർശനം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ മുറിച്ച് കടന്നുകൊണ്ടുള്ള, ജാതി വ്യവസ്ഥയെ സമ്പൂർണ്ണമായി നിഷ്കാസിതമാക്കിക്കൊണ്ടുള്ള ഒരു സോദരത്വേനമായിരുന്ന മാതൃകാസ്ഥാനം എന്ന് ഗുരുവിൻ്റെ ഭാഷയിൽ തന്നെ പറയുന്ന ഒരു മാതൃകാസ്ഥാനത്തിൻ്റെ സൃഷ്ടിക്കായിട്ടാണ് അവരെല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ സമകാലിക വ്യവസ്ഥ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഈ നവോത്ഥാന സമരങ്ങളെയെല്ലാം തന്നെ നമ്മളൊരു പുരാണ ആഖ്യായികയാക്കി മാറ്റി എന്നുള്ളതാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ കഥ പറയാനുള്ളത് പോലെ പണ്ടിങ്ങനെയായിരുന്നു, നമ്മളതിനെല്ലാം മുറിച്ച് കടന്നു എന്ന് പറയുന്ന നിലയിലേക്ക് മാത്രം എത്തി നിൽക്കുകയും ദളിതരെയും ആദിവാസികളെയും പിന്നോക്ക ജനതയൊക്കെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജാതി സെൻസസിൻ്റെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിന് പുറത്ത് പോയിട്ട് പറയും ജാതി സെൻസസ് നടപ്പിലാക്കണം. കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ചർച്ചകളേ ഇല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ നയം എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാരും തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നുള്ള ശക്തമായ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ കാര്യം എടുത്താലും ഇപ്പോൾ CPM-ൻ്റെ മധുര നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. എന്താണ് കേരളത്തിലെ നയം, സമീപനം എന്താണ്? ഇത് പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് 2021 ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ശൂന്യതരമാണെന്ന് പറഞ്ഞാൽ ഉയർന്ന തസ്തികകളിലും പ്രധാനപ്പെട്ട തസ്തികകളിലും ഒന്നും തന്നെ ആദിവാസികളും ദളിതരും ഇല്ല എന്നുള്ളതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. സംവരണത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംവരണത്തെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഒരു കാര്യം, സംവരണത്തിലൂടെ ദളിതരും ആദിവാസികളും എല്ലാം അപഹരിച്ചു കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പരാതി. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഭരണത്തിലുള്ള പങ്കാളിത്തം പരിശോധിക്കുമ്പോൾ എവിടെയാണ് ദളിതർ? ഇന്ന് കേരളത്തിലെ മന്ത്രിസഭ എന്നെടുത്ത് പരിശോധിക്കാം. മന്ത്രിസഭയിൽ ഇന്ന് ദളിതരില്ല. ഒരു ദളിത് പ്രതിനിധിയും കേരളത്തിലെ മന്ത്രിസഭയിൽ ഇപ്പോൾ ആരുമില്ല. OR കേളു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. ഇന്ന് കേരളത്തിൽ ദളിതരുടെ പ്രതിനിധിയായി ആരും തന്നെ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളതാണ് ഒരു അത് ഒരു ഭീകര യാഥാർത്ഥ്യമായിട്ട് നമ്മളതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് ദളിതരില്ലാത്തൊരു മന്ത്രിസഭ? എങ്ങനെ അത് മുന്നോട്ട് പോകും? ഇതാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ ക്ലാസസ്. അത് അധികാരത്തിൽ, ഭരണപങ്കാളിത്തത്തിലൊക്കെ തന്നെ പ്രാതിനിധ്യ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ മാത്രമേ ജനാധിപത്യത്തെ നമുക്ക് സാർത്ഥകമാക്കാൻ സാധിക്കൂ എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ഉപാധി എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം പ്രാതിനിധ്യമാണ്. പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്, സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം. സാമുദായിക പ്രാതിനിധ്യമില്ലാത്ത ദേശീയവാദം കേവലം ജാതി കുത്തകയായി മാത്രമേ വരികയുള്ളൂ. അപ്പം സഹോദരൻ പറയുന്ന രസകരമായ കാര്യമുണ്ട്. ഭരണം കേവലം മാറിയ പോലെ ജാതി മാറി ഭരിക്കണമെന്ന് പറയുന്നുണ്ട് സഹോദരൻ. ജാതി മാറി ഭരിക്കണം. ഇന്ന് ആരാണ് ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഭരിക്കുന്നത്? ദളിതർ ഭരിക്കുന്നുണ്ടോ? ആ നിലയ്ക്ക് നോക്കിയാൽ ഇല്ല. അപ്പം ഇങ്ങനെ സംവരണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ സമ്പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിലെ നിയമനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഭീകരമായ സംവരണ അട്ടിമറിയാണ് നടക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപന നിയമനത്തിൽ ഭീകരമായ സംവരണ അട്ടിമറിയാണ് നടന്നത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അനുപമയുടെ കേസിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞു സംവരണ അട്ടിമറി നടന്നു. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംവരണ റോസ്റ്റർ സമ്പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുന്നു എന്നും അത് 3 മാസത്തിനുള്ളിൽ ശരിയാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിലൊന്നും തന്നെ നീതി നമുക്ക് നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു സാഹചര്യവും. താങ്കളുടെ നിയമനം അടക്കം പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് സംവരണ അട്ടിമറി നടക്കുമ്പോൾ ഡോക്ടർ TS ശ്യാംകുമാറിന്റെ നിയമനവും കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കാതെ പോകുന്നുണ്ട്. ഇത് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു നിയമനം നടക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷയില്ല. ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിയമനം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2024 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഈ പ്രധാനപ്പെട്ട ഞാനടങ്ങുന്ന 3 പേരുടെ നിയമനം ഉടൻ തന്നെ നടത്തണമെന്ന് പറഞ്ഞ് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. പക്ഷേ സർവകലാശാല പട്ടികജാതി പട്ടികവർഗ
ഗോത്രവർഗ കമ്മീഷൻ്റെ ഉത്തരവിനെതിരായി യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. കോടതി വളരെ 2021 കൊടുത്ത കേസാണ്. അതിന് വിധി വരുന്നത് 2025 4 വർഷം കഴിയാണ്. അപ്പം ഒരു അക്കാദമിക ജീവിതത്തിൻ്റെ 4 വർഷമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ 2025 വിധി വരുമ്പോൾ പോലും അത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ചുള്ള അമാന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നിയമിച്ചവരെ പിരിച്ചുവിടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ധാരാളം ഒഴിവുകൾ സർവകലാശാലയിൽ ഉണ്ട് താനും. അപ്പോൾ ഈ പുറത്തായവരെ നിയമിക്കാൻ വഴികളുണ്ട്. പക്ഷേ സർവകലാശാല അത്തരം വഴികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് സമൂഹത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു കഴിവുള്ള, ചിന്തിക്കാനും സമൂഹത്തെ പരിവർത്തനാത്മകമായി മാറ്റാനും കഴിവുള്ള ഒരു ദളിത് സമുദായ നേതാവിനെയും ഒരു അധ്യാപകനെയും വളർത്തിക്കൊണ്ടുവരാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റം കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ അംഗീകരിച്ചേ മതിയാവും. നിയമനങ്ങളെക്കുറിച്ച്, സംവരണത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ മാധ്യമത്തിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രധാനമായും കോർപ്പറേഷനുകൾ, സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളുണ്ട്. ഈ കോർപ്പറേഷനുകളുടെ മേയർ സ്ഥാനത്തേക്ക് ഇതേവരെ ഒരു പട്ടികജാതിക്കാരനോ അല്ലെങ്കിൽ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയോ കൊണ്ടുവരാൻ ഇതേവരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല. ഇനി ഒരു ദേശീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ദളിത് ആദിവാസി പ്രാതിനിധ്യമുണ്ട്. BJP അവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ ഏത് രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക? BJP ഈ കാര്യം വളരെ കൃത്യമായൊരു ടോക്കണിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ BJPയെ കുറ്റം പറയുന്ന ആളുകൾ ടോക്കണിസത്തിൻ്റെ പേരിൽ പോലും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ BJPയെ കുറ്റം പറയുന്നുണ്ടല്ലോ, അവർ ഇത് ടോക്കണിസമാണ് നടപ്പിലാക്കുന്നത്, അവർ ഒരു ദളിതനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് നടപ്പിലാക്കുന്നത്, ഒക്കെ ശരി തന്നെയാണ്. നമുക്കതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതിനെ വിമർശിക്കുന്നവരെന്ത് ചെയ്യുന്നു എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. അതിനെ വിമർശിക്കുന്നവരെന്താണ് ചെയ്യുന്നത്? മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ച് ബാക്കി മുഴുവൻ സവർണരാണ്. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% തസ്തികകളിലും അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്നത് സവർണരാണെന്ന്. ഇന്ത്യയിലെ സുപ്രീം കോടതി നിലവിൽ വന്നിട്ട് എത്ര വർഷമായി നമ്മൾ പരിശോധിക്കണം അതിനൊരു ചരിത്രം. ആ സുപ്രീം കോടതി ജഡ്ജിമാരിൽ 278 പേരിൽ 252 പേരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ദളിത് വിഭാഗത്തിൽ നിന്ന് ഇന്ന് വരെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ളത് 8 പേരാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഗവായി, അദ്ദേഹം മഹാരാഷ്ട്രയിൽ ചീഫ് ജസ്റ്റിസായി ചാർജ് എടുത്തതിന് ശേഷം ഒരു പരിപാടിയിൽ പങ്കെടുത്തു മഹാരാഷ്ട്രയിൽ. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോ സംസ്ഥാന പോലീസ് മേധാവിയോ പങ്കെടുത്തില്ല. സാധാരണ പൊതുവെ പറയുന്നത് ഉന്നതമായ സ്ഥാനമാന പദവികളിൽ എത്തുന്നതോടുകൂടി ദളിതരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഗവായിക്ക് തന്നെ ബോധ്യപ്പെടുന്നൊരു സന്ദർഭമാണ്. കാരണം ഉപസംവരണം എന്ന് പറയുന്ന സംഗതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ ആളാണ് ഗവായി. അദ്ദേഹം തന്നെ നേരിട്ട് ഈ വിവേചനം അനുഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ജാതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അക്കാദമിക സ്ഥാപനങ്ങൾക്കുള്ളിൽ, നമ്മുടെ നിത്യജീവിത വ്യവഹാരങ്ങളിൽ. ഇപ്പം ഞാൻ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രസകരമായിട്ട് ഓർക്കുന്നൊരു സംഭവമാണ്. അപ്പം ഈ ഉച്ച സമയത്ത് ഗവേഷക വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക. അപ്പം അന്ന് കൂടിയാട്ട രംഗത്ത് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആ രംഗത്ത് ഗവേഷണം ചെയ്യുന്നൊരു ഇന്ന് അറിയപ്പെടുന്നൊരു കലാകാരി അവർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവർ പറയുന്നത് എൻ്റെ ഭക്ഷണം ആർക്കും കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ മറ്റുള്ളവരുടെ കറികളോ ഭക്ഷണ പദാർത്ഥമോ സ്വീകരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്നും നമ്മുടെ സർവകലാശാലകളിൽ, കേരളത്തിലെ സർവകലാശാലകളിൽ വളരെ കൃത്യമായിട്ട് ദളിത് അധ്യാപകരിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത, അവർ കൊണ്ടുവരുന്ന ഭക്ഷണം പങ്കിടാത്ത വലിയ പുരോഗമന ബുദ്ധിജീവികൾ വരെയുള്ള നാടാണ് കേരളം. ഇത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ജാതി വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നാൽ മതി, എങ്ങനെയാണ് ദളിതരോടുള്ള സമീപനം, എങ്ങനെയാണ് ആദിവാസിയോടുള്ള സമീപനം. ഒരു ദളിതൻ പരാതിയുമായിട്ട് ചെന്നാൽ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഭരണാധികാരികൾ, പോലീസ് അധികാരികൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? ഒരു ഫ്യൂഡൽ നാടുവാഴി മാടമ്പിയെപ്പോലെയാണ് പെരുമാറുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പേരൂർക്കടയിലെ ബിന്ദുവിന്റെ സംഭവം. ദളിതാണ് എന്നതുകൊണ്ട് ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പൊസിഷനാണ്. അവർ
കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അങ്ങ് വിധി എഴുതുകയാണ് അതെ അതെ. ഈ ബിന്ദുവിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തു, അവരെ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കുന്നു, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവരെ അവിടെ ഇരുത്തുന്നത്. എന്ന് മാത്രമല്ല, അവരുടെ മനുഷ്യാവകാശങ്ങളെല്ലാം സമ്പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് അവർ ദാഹിച്ചപ്പോൾ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്ന കക്കൂസിലെ വെള്ളം കുടിച്ചു വളരാനാണ്. എന്ന് പറഞ്ഞാൽ ദളിതരെ ഏറ്റവും മ്ലേച്ഛമായി കാണുന്ന മനോഭാവം പോലീസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അത് ഒരേ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു കാര്യമില്ല. അതിനകത്ത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഉത്സവമേളയായിട്ടാണ് കാണുന്നത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവധിക്കാലം പോലെയാണ്. അത് കഴിയുമ്പോൾ തിരിച്ചു വരികയും അവർക്ക് അവരുടെ ആനുകൂല്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ സ്ഥാപിച്ചു കിട്ടുകയും ചെയ്യും. ഒരു പ്രശ്നവുമില്ല. അതല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിനൊരു ജനാധിപത്യപരമായ ശിക്ഷണ നടപടികൾ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ജനാധിപത്യപരമായ ശിക്ഷണ നടപടി എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് വളരെ കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെ കൃത്യമായ തുക പിടിച്ചെടുത്ത് ഇരയ്ക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം. അത് കൃത്യമായി വലിയൊരു തുക തന്നെ ഇങ്ങനെ ജാതി പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിച്ചെടുക്കണം. ആ രീതിയിലൊരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ടെൻഡൻസി സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ നമുക്കില്ലല്ലോ. അങ്ങനൊരു സന്ദേശമില്ല. നോക്കൂ, ഈ കള്ളപ്പരാതി കൊടുത്ത ഓമന ഡാനിയേൽ, എവിടെയാണ് ഓമന ഡാനിയേൽ? ഓമന ഡാനിയേൽ എന്ന് പറഞ്ഞൊരു പേര് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഒരു ചിത്രം പോലും ഇല്ല. പക്ഷെ നോക്കൂ, വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത്? എങ്ങനെയാണ്? കഞ്ചാവ് തുന്നിയിട്ട കുപ്പായമെന്നാണ് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തത്. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം. എന്താ കള്ളപ്പരാതി കൊടുത്ത ഓമന ഡാനിയേലിനെ പറ്റി എന്താണ് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം ഇവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ ദളിതരെയും മറ്റിതരരെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് ബിന്ദു. കള്ളപ്പരാതി കൊടുത്ത ഓമന ചിത്രത്തിൽ ഇല്ലാതിരിക്കുകയും ഈ പറയുന്ന ബിന്ദു വളരെ ദുഃഖിതയായി ഖിന്നയായി ഒരു ഏറ്റവും ഒരു ഭീകരമായ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീയായി, തീർച്ചയായിട്ടും ദുരിതം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ചിത്രം ആ ഇമേജ് എങ്ങനെയാണ് കൺവേ ചെയ്യുന്ന സമൂഹത്തോട്, ആ രീതിയിൽ അവരെ വീണ്ടും വീണ്ടും അപഹസിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ ആ ഒരു വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. മറിച്ച് ആ പരാതിക്കാരിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനോ അവരിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രതികരണം തേടുന്നതിനോ മാധ്യമങ്ങൾ തയ്യാറായി. എന്താണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ പറയുന്നത് അവരെ പ്രതിയാക്കി സമൂഹത്തിൽ കുറ്റവിചാരണയ്ക്ക് വിട്ടുകൊടുക്കുന്ന അഭിപ്രായമല്ല പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിചാരണയെ സംബന്ധിച്ചാണ്. മറ്റാരെങ്കിലും ആണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ വരെ മൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് വിചാരണ നടത്തും. പക്ഷെ ഇവിടെ ഒരു ദളിത് സ്ത്രീ ഇരയാക്കപ്പെടുമ്പോൾ, ദളിത് സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ പ്രതിസ്ഥാനത്ത് ഉള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്ന സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ഇതൊരു പ്രത്യേകതര സമീപനമാണ്, ജനാധിപത്യപരമായ സമീപനം അല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് അവരോടൊപ്പം നിന്നു. കേരള കൗമുദി പിറ്റേ ദിവസത്തെ പത്രം കറുത്ത നിറത്തിലിറക്കി. പക്ഷേ ഞാൻ മാധ്യമങ്ങളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ വാർത്താ അവതാരകരിൽ എത്ര കറുത്ത മനുഷ്യരുണ്ട്, എത്ര ദളിതരുണ്ട്? മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃനിരകളിൽ എത്ര ദളിതരുണ്ട്? ദളിതരാരും ജേർണലിസം പഠിക്കാൻ പോകാത്തതുകൊണ്ടാണോ? ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജേർണലിസം ഗവേഷകരും ജേർണലിസം പഠിതാക്കളും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. വളരെ കൃത്യമായി നിറം നോക്കിയും ജാതി നോക്കിയുമാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ എന്നാണ് അത് തെളിയിക്കുന്നത്. എന്നിട്ടാണ് ഇവർ ചീഫ് സെക്രട്ടറിക്ക് നിറത്തിൻ്റെ പേരിൽ അപമാനം നേരിട്ടു എന്നത് വലിയ വാർത്തയാക്കുകയും അത് വെച്ചിട്ട് കണ്ണീർ പൊഴിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ണീർ പൊഴിക്കുക. ഇത് ഒരു മാധ്യമ വിചാരണ നടത്തുകയല്ല, മറിച്ചൊരു സാംസ്കാരിക പ്രശ്നമായിട്ട് ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ടത്, ഇത് കേവലം നിറത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടത്? അത് അവരുടെ നിറത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്നുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ്. കുറച്ചും കൂടെ വ്യക്തമാക്കാം. കറുപ്പ് നിറത്തെ കീഴാള മനുഷ്യരുടെ ശരീരവുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിട്ടുള്ളത്. കറുപ്പ് സമം കീഴാളത്വം.
അപ്പോൾ ഒരു കറുത്ത സ്ത്രീയെ, കറുത്ത പുരുഷനെ കണ്ടാൽ അവരൊരു കീഴാളനാണ്, അല്ലെങ്കിൽ കീഴാളയാണ്, അല്ലെങ്കിൽ അധകൃതനാണ് എന്നുള്ള സന്ദേശമാണ് കാണുന്നവർ മനസ്സിലാക്കുക. ഇതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ. അതായത് നിറത്തിൻ്റെ പേരിലുള്ള പ്രശ്നം കേവലം നിറത്തിൻ്റെ പേരിലുള്ള പ്രശ്നമല്ല. ഒരു സവർണ സ്ത്രീയാണെങ്കിൽ പോലും അവർ കറുത്തിരുന്നാൽ സവർണയാണെങ്കിൽ പോലും ഒരു അധകൃതയാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ് പ്രശ്നം. ഒരു ദളിതത്വം ആരോപിക്കുകയാണ്. അവിടാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അപ്പം ഇന്ത്യയിലെ, കേരളത്തിലെ നിറത്തിൻ്റെ പ്രശ്നം കേവലം നിറത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് ജാതിയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തെളിഞ്ഞു കിട്ടുക. ഈ വർണ്ണവിവേചനം എന്ന് മാത്രമാണ് പറയുന്നത്. അതിൽ ഒരു ജാതി അഡ്രസ് ചെയ്യാൻ ഈ പറയുന്ന വിമർശകർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ജാതിരഹിതമായ ഒരു സമൂഹമാണ് നമുക്കുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ജാതിരഹിതം എന്ന് പറയുന്നിടത്ത് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ജാതി ഉണ്ട്, ജാതി ചിന്തയുണ്ട്, ജാതി ഭീകരവാദമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദളിത് ചിന്തകരും ദളിത് ബുദ്ധിജീവികളും ഇക്കാര്യത്തിൽ പഠനം നടത്തുന്നവരുമാണ്. പക്ഷേ ഈ ചൂണ്ടിക്കാണിക്കുന്നവരൊക്കെ ജാതിവാദികളും ജാതി ഭീകരവാദികളുമായി മാറുന്നത് സംഘപരിവാറിന്റെ നറേറ്റീവുകളിലാണ്. അതുകൂടി നമ്മൾ കാണണ്ടേ? ഇത് സംഘപരിവാറിൻ്റെ മാത്രം നറേറ്റീവ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഹിന്ദുത്വവാദികൾക്ക് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് പുരോഗമന കക്ഷികൾക്കും ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ട്. അവിടെ ആണല്ലോ പ്രശ്നം കിടക്കുന്നത്. ഹിന്ദുത്വവാദികൾ എന്തും പറയട്ടെ, നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാം. പക്ഷേ കേരളത്തിലെ പുരോഗമന കക്ഷികൾ എന്ന് പറയുന്ന ആളുകൾ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന സൈദ്ധാന്തികർ പോലും ഈ ഹിന്ദുത്വത്തിൻ്റെ അതേ രീതിയിലുള്ള നറേറ്റീവാണ് മുന്നോട്ട് വെക്കുന്നത്. ജാതി വ്യവസ്ഥയ്ക്കെതിരായ വിമർശനം ഉന്നയിക്കുന്നവരെല്ലാം സ്വത്വവാദികളാണെന്നാണ് കേരളത്തിലെ പുരോഗമന കക്ഷികൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വത്വവാദത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം വരെ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്വത്വവാദികൾ? അത് നമ്മൾ പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല. ആരാണ് സ്വത്വത്തിൻ്റെ പേരിൽ നിരന്തരം അധികാരങ്ങളും അധികാര കസേരകളും എല്ലാം നേടിയെടുക്കുന്നത്? ആരാണ്? അത് പരിശോധിക്കണ്ടേ? സ്വത്വവാദം പറയുന്ന, അല്ലെ, ഞാൻ കോട്ടാൻകോട്ടിൽ ഇതെല്ലാം പറയുന്നത്, സ്വത്വവാദം പറയുന്ന ദളിതരാണ് അധികാരം കൈക്കലാക്കിയിട്ടുള്ളത്. ജാതിയുടെ പേരിൽ അധികാരത്തിലേറുന്ന ആരാണ്? നോക്കൂ, ഈ പുരോഗമനം പറയുന്ന പല ബുദ്ധിജീവികളുടെ പേരിൻ്റെ അറ്റത്ത് ഇപ്പോഴും ജാതിവാലുണ്ട്. ഇപ്പോഴും ജാതിവാലും കൊണ്ട് നടക്കുന്ന പുരോഗമന കക്ഷികളുള്ള നാളാണ് കേരളം. അവരുടെ പേരിൻ്റെ അറ്റത്തുള്ള ജാതിവാല് പുരോഗമന വിരുദ്ധമാണെന്ന് അവരെന്താണ് തിരിച്ചറിയാത്തത്? അവർ തിരിച്ചറിയുന്നതിൽ ഈ ജാതിവാൽ ഒരു പ്രശ്നമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. തങ്ങൾ പഠിപ്പിക്കുന്ന സർവകലാശാലകളിൽ സംവരണ അട്ടിമറി നടക്കുന്നു എന്നുള്ളത് അവരെ വേദനിപ്പിക്കുന്നില്ല. ഇതൊരു നിഷേധമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം കിടക്കുന്നത്. അപ്പം പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുള്ളിലുള്ള നറേറ്റീവുകൾ പോലും പലപ്പോഴും ഹിന്ദുത്വ ആഖ്യാനത്തെ പ്രബലപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം. മഹാഭാരതത്തെയും രാമായണത്തെയൊക്കെ വിമർശിക്കുന്നവർ ജാതി ഭീകരവാദികളാവുകയും മഹാഭാരതം മതേതര ഗ്രന്ഥമാണെന്ന് പറയുന്നവരെല്ലാം പുരോഗമന കക്ഷികളാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പുരോഗമനമാണ് കേരളത്തിലുള്ളത്. എഴുത്തച്ഛൻ വലിയ വിപ്ലവകാരിയാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എഴുത്തച്ഛൻ വിപ്ലവകാരിയാകുന്നത്? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസ സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നു എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ബ്രാഹ്മണരുടെ കാലിലെപ്പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ. മഹാഭാരതം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ പറയും, ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദ്വിജന്മാർക്ക് മറ്റൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറയുന്ന എഴുത്തച്ഛൻ മതേതരവാദിയാണ്. എഴുത്തച്ഛൻ ഈ തനി ജാതിവാദമാണെന്ന് പറയുന്നവരെല്ലാം സ്വത്വവാദികളാകുകയും ചെയ്യുന്നത് പ്രത്യേകതരം. എഴുത്തച്ഛനെ ഭാഷാപിതാവാക്കുന്നതിൽ പോലും ഈ ഒരു ജാതി മേൽക്കോയ്മയുടെ പ്രശ്നം കിടപ്പുണ്ട്. ഭാഷ എവിടെ നിന്നാണ് ഉൽപ്പത്തി? ഭാഷയുടെ ഉൽപ്പാദനം, ഭാഷയുടെ സൃഷ്ടി എവിടെയാണ്? ഭാഷ സാധാരണക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ഭാഷയും ചിന്തകളും സാധാരണ ജനതയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ ഭാഷയുടെ പിതാവായി എഴുത്തച്ഛനെ ആരോപിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഏതാണ് വരുന്നത്? കേവലം എഴുത്തച്ഛൻ മാത്രമല്ല വരുന്നത്, അവിടെ ബ്രാഹ്മണ കേന്ദ്രിതമായ ആഖ്യാനത്തെ ഉറപ്പിക്കുന്ന രാമായണമാണ് കേന്ദ്രസ്ഥാനത്ത് വരുന്നത്. ഈ പ്രശ്നത്തെ ആരും കാണുന്നില്ല. എഴുത്തച്ഛനെ ഭാഷാപിതാവാക്കുമ്പോൾ എഴുത്തച്ഛൻ മാത്രമല്ല അവിടേക്ക് വരുന്നത്, ഈ ജാതി മേൽക്കോയ്മയും ജാതി ഭീകരവാദത്തെയും ഊട്ടിയുറപ്പിക്കുന്ന രാമായണ മഹാഭാരത കിളിപ്പാട്ടുകളാണ് കേന്ദ്രത്തിൽ വരുന്നത്. കേരളത്തിൻ്റെ ഭാഷാ ചരിത്രത്തെ നയിച്ചത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടോ രാമായണം കിളിപ്പാട്ടോ ഒന്നുമല്ല. നമ്മളത് വായിച്ചു നോക്കിയാൽ തന്നെ വ്യക്തമാകും. അതിലെ ഭാഷ ആരാണ് കേരളത്തിൽ സംസാരിച്ചിട്ടുള്ളത്? നമ്മൾ മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ രചിക്കപ്പെട്ട വിവിധ ഗ്രന്ഥവരികൾ പരിശോധിക്കണം. അതിൻ്റെ ഭാഷ പരിശോധിക്കുമ്പോഴറിയാം.
ഇത് ഒരു സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ഒരു വ്യവഹാര ഭാഷ ആയിരുന്നില്ല. സാധാരണ ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷ ആയിരുന്നില്ല. അതാരുടെ ഭാഷയായിരുന്നു? സവർണ ഭാഷയായിട്ടാണ് നിലനിന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ പരിഗണിക്കുക. ആരാണ് ഭാഷയുടെ പിതാവ്? ഭാഷയ്ക്ക് എങ്ങനെയാണ് ഒരു പിതാവ് ഉണ്ടാകുന്നത്? ആ നിലയ്ക്ക് പറഞ്ഞാൽ ഭാഷയ്ക്ക് പിതാവല്ല, ഒരുപാട് പിതാക്കന്മാരും ഒരുപാട് മാതാക്കളും ഭാഷയുടെ ചരിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഭാഷാപിതാവായി എഴുത്തച്ഛനെ സ്ഥാപിച്ചെടുക്കുന്നതിലൂടെ ഈ വരേണ്യജാതി മേൽക്കോയ്മയാണ് ഉറപ്പിക്കുന്നത്. നോക്കൂ, മാപ്പിള മലയാളമുണ്ട്, അറബി മലയാളമുണ്ട്. അതിൻ്റെ ഏതെങ്കിലും മുസ്ലിങ്ങളെയാ കേരളത്തിൻ്റെ ഭാഷാപിതാവായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്നാണ് AR രാജരാജവർമ്മ ആംഗല സാമ്രാജ്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് മുസ്ലിങ്ങളുള്ള മനോഭാവം. ഇതാണ്. അപ്പോൾ നമ്മൾ ഏതിൻ്റെയും പിതാവാകണമെങ്കിൽ ഈ വരേണ്യജാതി മേൽക്കോയ്മ അധികാരത്തെ പുകഴ്ത്തുന്ന സ്ഥാപിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ ഭാഷയുടെ പിതാവായും അംഗീകരിക്കത്തുള്ളൂ, നവോത്ഥാനത്തിൻ്റെ പിതാക്കന്മാരായിട്ടും അംഗീകരിക്കത്തുള്ളൂ. അല്ലാത്തവരെ ആരെയും തന്നെ ഈ ചിത്രത്തിനുള്ളിൽ കളത്തിനുള്ളിൽ ഒരിക്കലും പെടുത്തില്ല എന്നുള്ളതാണ്. അവരെയൊക്കെ പുറന്തള്ളുന്ന ഒരു സമീപനം നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ പരാശരൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് ക്ഷത്രിയ പുരുഷനായ ഒരു രാജാവിനും അപ്സര സ്ത്രീക്കും ഉണ്ടായ സത്യവതിയും പരസ്പരം വേഴ്ച നടത്തി ഉണ്ടായ വ്യാസൻ എങ്ങനെയാണ് ദളിതനാകുന്നത്? വളരെ കൃത്യമായ ബ്രാഹ്മണൻ തന്നെയാണ് വ്യാസൻ എന്ന് മഹാഭാരതം തന്നെ പറയുന്നു. താൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെന്നും കർമ്മം കൊണ്ടൊരു ശൂദ്രനായി പോയതാണെന്നും അധ്യാത്മരാമായണം, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ വാൽമീകിയെ പറ്റി പറയുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഈ വാൽമീകി വേടനായത്?